നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ട്രംപ് റീലോഡഡ്, അതാണിപ്പോൾ ലോകത്ത് വലിയ സംസാര വിഷയമായിരിക്കുന്നത്. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ഒരൊറ്റ രാത്രിയിൽ തൂക്കിയെടുത്ത ട്രംപ് ശൈലി ലോകത്തെ നടുക്കി. തുടർന്നിപ്പോൾ വെനസ്വേലയുടെ മേൽ കനത്ത ഉപരോധമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തുന്നു എന്നാരോപിച്ച് ഇപ്പോഴിതാ ഒരു റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ അമേരിക്ക അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പിടിച്ചെടുത്തു. 2 ആഴ്ച പിന്തുടർന്നതിന് ശേഷമായിരുന്നു ഈ റഷ്യൻ എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത്. അതിന് പിന്നാലെ UK വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങുന്നു. കപ്പലിന് സംരക്ഷണം നൽകാൻ റഷ്യ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വിന്യസിച്ചിരുന്നു. ബെല്ലാവൺ എന്നറിയപ്പെട്ടിരുന്ന ഈ എണ്ണക്കപ്പൽ വെനസ്വേലിയൻ പോർട്ടിലേക്ക് അടുക്കാൻ അമേരിക്ക മുൻപ് അനുവദിച്ചിരുന്നില്ല. തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ബെല്ലാവൺ കപ്പൽ നങ്കുരമിട്ടു. കപ്പലിലെ ഉദ്യോഗസ്ഥർ ഗയാനയുടെ പതാക മാറ്റി പകരം റഷ്യൻ പതാക ഉയർത്തി. അതിനു പിന്നാലെ കപ്പലിൻ്റെ പേര് മാരിനേര എന്ന് മാറ്റുകയും ചെയ്തു. തുടർന്നാണ് റഷ്യൻ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയുമൊക്കെ ഈ എണ്ണക്കപ്പലിന് അകമ്പടി സേവിച്ചത്. നേരത്തെ ഗയാനയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കപ്പലിൻ്റെ രജിസ്ട്രേഷൻ തുടർന്ന് റഷ്യയിലേക്ക് മാറ്റി. ഇതുകൊണ്ടൊന്നും ഉപരോധത്തിൽ നിന്ന് പിൻവാങ്ങാൻ അമേരിക്ക തയ്യാറായില്ല. കപ്പൽ പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. ഇതിനെ ശക്തിയായി എതിർക്കുകയാണിപ്പോൾ റഷ്യ. എന്നാൽ അമേരിക്കയ്ക്കെതിരെ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ റഷ്യയ്ക്ക് കഴിയുന്നില്ല. തങ്ങളുടെ കപ്പലിനെ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് റഷ്യ നേരത്തെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. US കോസ്റ്റ് ഗാർഡും US സൈന്യവും ചേർന്ന് കപ്പൽ പിടിച്ചെടുത്തുവെന്നാണ് അമേരിക്ക പറയുന്നത്. റഷ്യയിലേക്ക് നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്ന കപ്പലാണിത് എന്ന് US വ്യക്തമാക്കി. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെ US കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുന്നു. ശനിയാഴ്ച മുതൽ US വലിയ തോതിലുള്ള സൈനിക വിമാനങ്ങൾ ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 14C-17 ഗ്ലോബ് മാസ്റ്റർ 3 കാർഗോ ജെറ്റുകളും 2 സായുധ AC-130J ഗോസ്റ്റ് റൈഡർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക ഇറക്കി. ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഗോസ്റ്റ് റൈഡറിന് പീരങ്കികൾ, ബോംബുകൾ, മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുണ്ട്. ഗ്ലോബ് മാസ്റ്ററിൽ എത്തിച്ചതായി കരുതുന്ന 5 HM-60M ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഒരു MH-47G ചിനൂക്കും ബ്രിട്ടീഷ് ഹാംഗറുകളിൽ എത്തിച്ചു. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ഇപ്പോൾ കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ ജനങ്ങളുടെ പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനിലും സൈനികമായി ഇടപെടാൻ അമേരിക്ക ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ബ്രിട്ടൻ വ്യോമകേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടെ പറന്നിറങ്ങുന്നത്. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും UK-യിൽ എത്തിക്കഴിഞ്ഞു. യൂറോപ്പിലും മധ്യേഷ്യയിലും US സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമത്താവളങ്ങളിലേക്കാണ് ഇപ്പോൾ കൂട്ടത്തോടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എത്തുന്നത്. തങ്ങളുടെ നീക്കത്തെക്കുറിച്ച് US ഔദ്യോഗികമായി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ വിമാനങ്ങൾ വ്യോമത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും X-ൽ പ്രചരിക്കുന്നു. സൈനിക നിരീക്ഷകരുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ, ഈ വിന്യാസത്തിൻ്റെ വേഗതയും അളവും പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ പരിശീലന പറക്കലുകളല്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് സൈനിക വിദഗ്ധർ കണക്കുകൂട്ടുന്നു. UK-യിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻസ് റെജിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. രാത്രികാലങ്ങളിൽ രഹസ്യമായി ശത്രുമേഖലകളിൽ സൈനികരെ ഇറക്കുന്നതിനുള്ള ഓപ്പറേഷൻ സംവിധാനമാണിത്. ഇപ്പോൾ UK-യിൽ എത്തിച്ചിരിക്കുന്ന AC-13J ഗോസ്റ്റ് റൈഡർ വിമാനങ്ങൾ ഏറെ പ്രത്യേകതയുള്ളത്. ഇവ കരസേനയ്ക്ക് വ്യോമസഹായം നൽകുന്ന ഗണത്തിൽപ്പെട്ടവ. ശത്രുലക്ഷ്യങ്ങളെ തകർക്കാൻ ശക്തിയുള്ള സംവിധാനങ്ങൾ ഈ വിമാനങ്ങളുടെ പ്രത്യേകതയാണ്. മധ്യേഷ്യയിലേക്ക് എന്തിനിത്ര വലിയ ഒരു സേനാ നീക്കം? അതുകൊണ്ട് തന്നെ അമേരിക്ക ലക്ഷ്യമിടുന്നത് റഷ്യയെയാണോ അതോ ഇറാനെയാണോ എന്ന സംശയം ലോകരാജ്യങ്ങളിൽ പടരുന്നു. US നിരീക്ഷണ വിമാനമായ P-8 ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ P-8 സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരുപക്ഷെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കില്ല ട്രംപ് ലക്ഷ്യമിടുന്നത്, മറിച്ച് ഇറാനുമേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുക.
ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ ശക്തിപ്പെടുമ്പോൾ ഖമനേയിയെ റാഞ്ചിയെടുക്കലാണോ അമേരിക്കയുടെ പദ്ധതി? ഇപ്പോൾ ഇറാനിലെ 100-ലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ആളിക്കത്തുന്നത്. രാജ്യത്തെ മിക്ക പ്രവിശ്യകളിലേക്കും ഈ പ്രക്ഷോഭം പടരുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ഒരു തരത്തിലും പ്രക്ഷോഭങ്ങൾക്ക് തടയിടാൻ ഇറാൻ ഭരണകൂടത്തിന് ഇപ്പോൾ കഴിയുന്നില്ല. ഇറാൻ ദേശീയ കറൻസിയായ റിയാലിൻ്റെ മൂല്യം കൂപ്പുകുത്തി. ഇതിനൊപ്പം അസഹനീയമായ തലത്തിലേക്ക് വിലക്കയറ്റം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ഒരു അതിശക്ത യുദ്ധം ഇറാനുമായി നടത്തിയിരുന്നു. ഇതിനുശേഷം ഇറാന്റെ സാമ്പത്തികാവസ്ഥ കൂടുതൽ വഷളായി. ഒടുവിൽ പൊതുജനം തന്നെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. അതിശക്ത പ്രക്ഷോഭത്തിലേക്ക് അവർ കടന്നപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ് എന്ന് ഇറാൻ ഭരണകൂടം കുറ്റപ്പെടുത്തുന്നു. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധത്താൽ തകർന്ന അവസ്ഥയിലാണ്. റഷ്യയും ഏറെക്കുറെ ക്ഷീണിച്ച അവസ്ഥയിൽ. റഷ്യയുടെ മുഖ്യ സഖ്യ രാജ്യമായിരുന്ന സിറിയയിൽ നടന്ന ആഭ്യന്തര കലാപവും തുടർന്ന് റഷ്യയുടെ ഏറ്റവും വലിയ ചങ്ങാതിയായ ബാഷർ അൽ അസദിൻ്റെ വീഴ്ചയും. ഇതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല. എല്ലാ കാലത്തും റഷ്യയെ പിന്തുണച്ചിരുന്ന വെനിൻസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക പിടിച്ചുകെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ റഷ്യയ്ക്ക് കഴിഞ്ഞുള്ളൂ. എല്ലാറ്റിനുമൊടുവിൽ വടക്കൻ അറ്റ്ലാന്റിക്കിൽ വെച്ച് US കോസ്റ്റ് ഗാർഡും US സൈന്യവും ചേർന്ന് റഷ്യൻ പതാകയുള്ള കപ്പൽ കണ്ടുകെട്ടുന്നു. റഷ്യയിലേക്ക് നിയമവിരുദ്ധമായി വെനിൻസുലയിൽ നിന്ന് എണ്ണ കടത്തുന്ന കപ്പലാണിത് എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്നു. ഉപരോധം മൂലം വെനിൻസുലയിൽ കെട്ടിക്കിടക്കുന്ന 3 മുതൽ 5 കോടി ബാരൽ എണ്ണ വെനിൻസുലൻ ഇടക്കാല സർക്കാർ US കൈമാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. കപ്പലിൽ തന്നെ എണ്ണ US തുറമുഖത്തെത്തിക്കും, വിപണി വിലയ്ക്ക് വിൽക്കും, പണം ഞാൻ നേരിട്ട് നിയന്ത്രിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എണ്ണ വാങ്ങലിലൂടെ ലഭിക്കുന്ന ഈ പണം US-ലെയും വെനിൻസുലയിലെയും ജനങ്ങൾക്ക് വേണ്ടിയാകും താൻ ചെലവഴിക്കുക. പ്രമുഖ എണ്ണ കമ്പനികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച തുടരുകയാണ്. ഇതിനിടയിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പോലും ഭയപ്പെട്ട് നിൽക്കുന്നു. കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ റഷ്യയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമൊക്കെ എണ്ണക്കപ്പലിന് സമീപത്തുണ്ടായിരുന്നു എന്ന് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. എന്നാൽ മേഖലയിൽ റഷ്യൻ സേനയും അമേരിക്കൻ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നില്ല. 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ച് മറ്റു രാഷ്ട്രത്തിൻ്റെ അധികാരപരിധിയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു രാഷ്ട്രത്തിനും അവകാശമില്ല. അമേരിക്കയുടെ നീക്കമെന്ത് എന്ന് ലോകം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നു. ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമനേയിയെ മഡുറോ മോഡലിൽ നേരെ തൂക്കിയെടുത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമോ? ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരമൊരു ഓപ്പറേഷൻ അമേരിക്ക നടത്തിയാൽ അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ. ഖമനേയി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. നിലവിൽ അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണായ MQ-4C ട്രൈട്രോൺ ഫ്ലൈറ്റ് റഡാർ പോലുള്ള സൈറ്റുകളിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ട്രാക്ക് ചെയ്യുന്നു. ബ്രിട്ടനിലെ RAF എയർഫോർട്ട്, മിൽഡൻഹാൾ, RAF ലേക്കൻഹീത്ത് എന്നീ വ്യോമതാവളങ്ങളിലേക്കാണ് നിരവധി അമേരിക്കൻ വിമാനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള 5 MH-60M ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഒരു MH-47G ചിനൂക്കും എത്തിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അമേരിക്കയുടെ സൈനിക വിഭാഗം നൈറ്റ് സ്റ്റാക്കേഴ്സാണ് ഈ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും പിന്നിൽ എന്നത് ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ബ്രിട്ടീഷ് വ്യോമതാവളങ്ങളിൽ US സ്പെഷ്യൽ ഫോഴ്സ് കഠിനമായ പരിശീലനം നടത്തുന്നതിൻ്റെ നിരവധി വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭകർക്ക് നേരെ ഇനിയും അടിച്ചമർത്തൽ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു, ഏത് നിമിഷവും നീങ്ങാൻ തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്കുകൾ. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ഭീഷണി മറുവശത്തുയർത്തിയിരിക്കുകയാണ് ട്രംപ്. ഇറാനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായി രംഗത്തിറങ്ങിയ അതേ ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ. 7 വർഷങ്ങൾക്ക് ശേഷം വെനിൻസുലയിൽ നയതന്ത്ര സാന്നിധ്യം പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുത്തു അമേരിക്ക.
ഈ ആഴ്ച തന്നെ തലസ്ഥാനമായ കാരക്കാസിൽ എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. യുഎസിൽ നിന്നുള്ള നയതന്ത്ര സംഘം ഉടൻ തന്നെ വെനിൻസുലയിലെത്തും. എയർഫോഴ്സ് വണ്ണിലെ യാത്രക്കിടയിൽ മാധ്യമപ്രവർത്തകരോട് സംവദിക്കുകയായിരുന്നു ട്രംപ്. 1995 വെനിൻസുലയിലെ US എംബസി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പിന്നീട് 2019 US ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. ഗ്രീൻലൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യുഎസും ഡെൻമാർക്കും തമ്മിൽ സർക്കാർ തലത്തിലായിരിക്കും ചർച്ച. ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ തുടർന്ന് സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ വിഷയത്തിൽ ഏതെങ്കിലും തലത്തിൽ ഏകോപനമുണ്ടാക്കുകയാണ് ഇപ്പോൾ ഡെൻമാർക്കിന്റെ ലക്ഷ്യം. ഗ്രീൻലാൻഡിൻ്റെയും ഡെൻമാർക്കിൻ്റെയും അധികാരത്തെ മാനിക്കണമെന്ന് ചൊവ്വാഴ്ച യൂറോപ്യൻ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ട്രംപിനോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഗ്രീൻലൻഡിനെ തങ്ങളുടെ അധികാരപരിധിയിൽ ഇപ്പോഴും ഡെൻമാർക്ക് വച്ചുകൊണ്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് അമേരിക്ക. ആർട്ടിക് മേഖലയിൽ നിന്നും ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലൻഡിൻ്റെ നിയന്ത്രണം യുഎസിന് അനിവാര്യമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. യുഎസിൻ്റെ ശത്രുക്കൾ ഇപ്പോൾ ഭയപ്പാടിലാണ്. വെനിൻസുല പ്രസിഡന്റിന് നേർക്ക് നടത്തിയ അതേ ഓപ്പറേഷൻ ഇറാൻ പ്രസിഡന്റിൻ്റെ കാര്യത്തിലും ആവർത്തിക്കുമോ എന്ന ഭയം. കൊളംബിയയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ട്രംപ് നേരത്തെ ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ കൊളംബിയ അനുരഞ്ജന സംഭാഷണങ്ങൾക്കൊരുങ്ങി. ഇതിനെ തുടർന്ന് ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് ട്രംപ് വ്യക്തമാക്കി. ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി പറയുമ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന റഷ്യയെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. ശക്തമായ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ട്രംപ് റീലോഡഡ് എന്ന് വിശേഷിപ്പിക്കുന്ന അപൂർവ ഘട്ടത്തിലേക്ക് ലോകം കടക്കുന്നു. ട്രംപിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.